ഹലോ, ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും ഒന്ന് കുറിക്കാൻ തോന്നുമ്പോൾ കുറിക്കാൻ പറ്റിയാൽ നമ്മുടെ ചുക്കപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. പ്രത്യേകിച്ച് ഇതിപ്പോൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുട്ടീസിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. ഇതുപോലൊരു കുപ്പിയിലൊക്കെ അടച്ചു വെക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് ഇതിപ്പോൾ നമുക്ക് കുറിക്കാൻ തോന്നുമ്പോൾ എടുത്ത് കുറിക്കാനും പറ്റിയേ. പിന്നെ അധികം എണ്ണ കുടിക്കാത്ത, അധികം നല്ല കേട്ടോ, ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല അടിപൊളിയായിട്ടുള്ള കറുമുറാന്ന് കടിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ ഇതുപോലെ അങ്ങ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ചൂട് കട്ടനൊപ്പം ഇടയ്ക്കിടയ്ക്ക് അങ്ങ് എടുത്ത് കുറിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതിനായിട്ട് ആദ്യമേ തന്നെ ഞാനിത് 1 കപ്പ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് നമ്മൾ 1 കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് ഞാനിത് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതേ കുറച്ച് നേരം ഇതൊന്ന് തിളക്കാനായിട്ട് വെക്കണേ. അപ്പോൾ വെള്ളം ഉപ്പൊക്കെ അല്ലെങ്കിൽ ഇതുപോലെ ചൂടായി നന്നായിട്ട് അങ്ങ് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അരിപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ, നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള, അതും വറുത്തെടുത്തിട്ടുള്ള പൊടിയാണ് എടുത്തേക്കുന്നത്. അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേ ഇതുപോലെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേ ചെയ്ത് കൊടുക്കാനായിട്ട്. പൊടി ഇതേ നമ്മുടെ വെള്ളത്തിൽ നന്നായിട്ട് അങ്ങ് മിക്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം അത് അങ്ങനെ തന്നെ ഒന്ന് വെക്കാം. അല്പം ഒന്ന് തണിഞ്ഞതിന് ശേഷം ഞാനിതേ ഇതുപോലെ ഒരു ബൗളിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മളിതേ 1 സ്പൂൺ കരിഞ്ജീരകമാണ് ചേർക്കുന്നത്. അപ്പോൾ ചുക്കപ്പായതുകൊണ്ട് ചുക്ക് ചേർക്കുന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ കരിഞ്ജീരകം അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ട കൂടെ ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം അങ്ങ് കുഴച്ച് നമുക്കിതേ ഈ ഒരു പരുവത്തിലാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് എന്ന് പറയുന്നത് നല്ല ലൂസും അല്ല, അതുപോലെ തന്നെ നല്ല കട്ടിയല്ല അല്ലേ. നോക്കിയേ, ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു കട്ടിയല്ല, എന്നാൽ പിന്നെ അധികം ലൂസും അല്ല. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസ് ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തിട്ടില്ല ഈ കുഞ്ഞു ബോൾ എടുത്തിട്ട് നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഷേപ്പ് അങ്ങ് കിട്ടും കേട്ടോ. അപ്പോൾ നോക്കി, ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ചുക്കപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഒന്ന് ഇതുപോലെ അങ്ങ് റെഡിയാക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിപ്പോൾ നമ്മളൊരു പാത്രത്തിൽ മേലെ ഇട്ടാലും ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ. നമ്മുടെ മാവ് നല്ല തിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല, ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇതുപോലെ നന്നായിട്ട് അങ്ങ് ചൂടായിട്ട് തിളയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇത് കുറച്ചായിട്ട് അങ്ങ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്, അതിൻ്റെ ഷേപ്പൊക്കെ അങ്ങ് മാറിപ്പോവും. ഇതുപോലെ കളറൊക്കെ മാറിയിട്ട് ഈ ഒരു പരുവത്തിലാകുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ. നോക്കിയേ, നമ്മുടെ ചുക്കപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് നോക്കിയേ, നല്ല അടിപൊളിയായിട്ടുള്ള സൗണ്ട് അല്ലേ. കഴിക്കാനും നല്ല കറുമുറാന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ. ഇതുപോലെ ഒരു കുപ്പിയിലൊക്കെ അങ്ങ് ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ ദിവസത്തേക്ക് ഇനിയിപ്പോൾ വേറെ ചായക്കടിയും തപ്പി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല ചൂട് കട്ടനൊപ്പം ഇത് മാത്രം മതി കേട്ടോ കറുമുറ അങ്ങ് കുറിക്കാനായിട്ട്. ഇതുവരെ ചുക്കപ്പ് ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം കൂടെ അറിയിക്കണേ. പിന്നെ ഈ ഒരു പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ ബൈ.